ഇന്ന് വനിതാ ദിനം ആചരിക്കുകയാണ്. കേരളത്തിലും എല്ലാ വനിതകൾക്ക് തുല്യ പ്രാധാന്യത്തോടു കൂടിയുള്ള പ്രവർത്തനം കേരളത്തിൽ ഇന്ത്യയിൽ ലോകത്തെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജയ് ജനസഭ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളം മൊത്തം വനിതകളെ ആദരിക്കുകയാണ്. അതിനുള്ള പ്രവർത്തനത്തിന് വേണ്ടി വരുന്നവർക്ക് സ്വാഗതം. ആചരിക്കുകയാണ്. ലോകമൊത്തം ഇന്ന് വനിതാ ദിനം ആചരിക്കുകയാണ്. യുദ്ധത്തിലും സമാധാനത്തിലും സ്ത്രീകൾക്കുള്ള പ്രാധാന്യം മാത്രമാണ്. അതിനുവേണ്ടി ഞങ്ങൾ ജയ് ജനസഭ പ്രവർത്തനം നൽകുന്ന ആശംസകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഏറ്റവും നന്ദിയോടെ പ്രവേശിക്കും. അപ്പുറത്താ സതീഷ് അകത്തുണ്ട് ജയ് ജനസഭ ജയ് ജനസഭ ഫൗണ്ടേഷൻ. നമസ്കാരം. ഇന്ന് മാർച്ച് 8 വനിതാ ദിനമായിട്ട് ഞങ്ങളുടെ ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞങ്ങളെ പൊന്നാട് അണിയിച്ച് ആദരിച്ച ജയ് ജനസേവ ഫൗണ്ടേഷൻ ആ സംഘത്തിന്, ജയ് ജനസേവാ സംഘത്തിന് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ്റെയും വനിതാ പോലീസുകാരുടെയും നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ സർവീസിൽ ഇതുവരെ, ഞാൻ സർവീസിൽ കയറിയിട്ട് 10 വർഷമായി, ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ്. വളരെയധികം നന്ദിയുണ്ട് നിങ്ങൾ ഞങ്ങളെ ഓർമ്മിച്ചത്. ലോക വനിതാ ദിനമാണ്. ആ വനിതാ ദിനത്തോട് അനുബന്ധിച്ച് വനിതകളെ ആയ സ്ത്രീകളെ ആദരിക്കുക എന്നുള്ള ചടങ്ങാണ് ജയ് ജനസേവാ ഫൗണ്ടേഷൻ ഇന്ന് എല്ലായിടവും കേരളത്തിലുടനീളം നമ്മൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സംരംഭം വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. എല്ലാ പ്രവർത്തകരും നമ്മുടെ പ്രവർത്തകരെ എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും ഈ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജനസേവ ഫൗണ്ടേഷൻ 8-ാം തീയതി വനിതാ ദിനമായി ആഘോഷിക്കുകയാണ്. അത് രാവിലെ ഞങ്ങൾ
ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആദരിച്ച് വനിതാ ഡോക്ടർമാരെയും ഇവിടെ എല്ലാവരെയും ആദരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ അവിടെ വന്ന് ഞങ്ങൾ പോലീസിനെ ആദരിച്ച് അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ ഇവിടെയും വന്ന് ഇവിടെയും വനിതകളെ ആദരിച്ച് അടുത്ത് ഞങ്ങൾ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ 300 പേർക്ക്